അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് ജാമ്യമില്ല. ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന പ്രോസിക്യൂഷൻ നിലപാട് കർണാടക ഹൈക്കോടതി തള്ളി. ശിക്ഷ റദ്ദാക്കണമെന്ന ജയലളിതയുടെ ആവശ്യവും കോടതി തള്ളി. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ജയലളിതയുടെ അഭിഭാഷകൻ രാം ജെഠ്മലാനി അറിയിച്ചു. കേസിൽ ജയലളിത പുറത്തിറങ്ങിയാലും കോടതി നടപടികളിൽ ഒരു സ്വാധീനവും ജയലളിതയ്ക്ക് ചെലുത്താൻ കഴിയില്ലെന്നാണ് ജയലളിതയുടെ അഭിഭാഷകൻ രാം ജെഠ്മലാനി വാദിച്ചത്. വിചാരണ കോടതിയെ ഉത്തരവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വാദങ്ങൾ കോടതി തള്ളി. ജയലളിതയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചുവെന്ന പ്രോസിക്യൂഷൻ അഭിഭാഷകന്റെ വാദം AIADMK അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ആഹ്ലാദത്തിനും പിന്നീട് ആശയക്കുഴപ്പത്തിനും ഇടയാക്കി. AIADMK പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയെങ്കിലും അവസാന വാർത്ത പുറത്തുവന്നതോടെ അണികൾ ശോകമുഖമായി. കോടതി വിധിയിൽ നിരാശയുണ്ടെന്ന് ജയലളിതയുടെ അഭിഭാഷകൻ രാം ജെഠ്മലാനി പറഞ്ഞു. ജയലളിതയ്ക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങളും AIADMK പ്രവർത്തകരും. കോടതി പ്രോസിക്യൂഷന്റെയും വിഭാഗങ്ങളുടെയും വാദങ്ങൾ തള്ളിയതോടെ ജയലളിതയ്ക്ക് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. തമിഴ്നാട് രാഷ്ട്രീയത്തെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് ജയലളിതയുടെ ജാമ്യ നിഷേധമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് വിവാദങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ. കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ് മോഡി തന്നെ ക്ഷണിച്ചതെന്ന് തരൂർ. ഇപ്പോഴത്തെ വിവാദങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുവെന്നും തരൂർ. വർഗീയതയ്ക്കെതിരെയും മോഡി നടപടിയെടുക്കണമെന്ന ട്വീറ്റിന് പിന്നാലെയാണ് തരൂർ നിലപാട് വിശദീകരിച്ച് നേരിട്ട് രംഗത്തെത്തിയത്. വിഷയത്തിൽ KPCC റിപ്പോർട്ട് കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്ന് AICC വക്താവ് ഷക്കീൽ അഹമ്മദ് അറിയിച്ചു. നരേന്ദ്രമോദിയെ സ്തുതിച്ച് ശശി തരൂർ നടത്തിയ പ്രസ്താവന വിവാദമായ സാഹചര്യത്തിലാണ് വിഷയം ചർച്ച ചെയ്യാൻ KPCC ഉന്നതതല യോഗം വിളിച്ചത്. നാളെ KPCC ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ ഉന്നത നേതാക്കൾ പങ്കെടുക്കും. ശശി തരൂരിനെതിരായ നടപടി യോഗം ചർച്ച ചെയ്യും. നടപടി വേണമെന്ന കാര്യത്തിൽ എല്ലാ ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടാണ്. തന്റെ പുതിയ പ്രസ്താവനയിലൂടെ വിവാദം മയപ്പെടുത്താൻ ശശി തരൂർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തൃപ്തരല്ല. അതുകൊണ്ട് അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഇക്കാര്യം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്ഥിരീകരിച്ചു. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. അതാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കേരളത്തിലെ ജനത ഉറച്ചു നിൽക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ സമീപനം എടുക്കുന്ന ആരായാലും അത് ശരിയല്ല. തീർച്ചയായും അതിനെപ്പറ്റി പാർട്ടി ഗൗരവപൂർവ്വം ആലോചിക്കുമെന്ന് KPCC പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അതിൽ ഞാനും ഉറച്ചു നിൽക്കുകയാണ്. അതിനിടെ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് പ്രമേയം പാസാക്കി. ശശി തരൂരിനെ AICC വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കണം. വാഴുന്ന കൈകൾക്ക് വളയിടുന്ന അവസരവാദിയാണ് ശശി തരൂർ. ശശി തരൂരിനെതിരെ നടപടി വൈകിയെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിൽ പറയുന്നു. അതേസമയം ശശി തരൂരിനെ പിന്തുണച്ച് BJP നേതാവ് O രാജഗോപാൽ രംഗത്തെത്തി. രാജ്യസ്നേഹം കൊണ്ടുള്ളതാണ് ശശി തരൂരിന്റെ പ്രസ്താവനയെന്ന് O രാജഗോപാൽ പറഞ്ഞു. അതായത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചതിനെ എല്ലാവരും പ്രകീർത്തിക്കുന്ന അവസരത്തിൽ ആ പ്രകീർത്തിച്ചത് തെറ്റായിപ്പോയി എന്നാണിപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രീ ശശി തരൂരിൻ്റെ പാർട്ടിയുടെ ചില നേതാക്കന്മാർ പറയണത്. അതിനെ എല്ലാ ഭാരതീയരും ഒരേപോലെ അതിനെ ഒന്നായിട്ട് കാണേണ്ടതല്ലേ? പക്ഷെ അവിടെ വിഭജന പാർട്ടി വരുന്നു, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് വരുന്നു. അത് തെറ്റാണ്. അതിനെ അനുമോദിക്കുന്നത് ശരിയായില്ല എന്നാണ് ഒരു ഭാഗത്തുള്ളത്. ഈ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ആർക്കും അതേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടാവുന്നില്ല. ശശി തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസിൽ പുതിയ ഉൾപാർട്ടി പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. ശശി തരൂരിനെതിരെ നടപടിയെടുക്കുന്നതിനോട് ഹൈക്കമാൻഡിന് യോജിപ്പില്ല. എന്നാൽ നടപടിയെടുക്കാതെ സംസ്ഥാന കോൺഗ്രസിന് മുന്നോട്ട് പോകാനും കഴിയില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം ശക്തമായി. തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. BJP പക്ഷത്തെ സമൃദ്ധിയും ഭരണവും ചിലരെ മോഹിപ്പിക്കുന്നുണ്ടെന്നും പുരയ്ക്കുമീതെ ചാഞ്ഞാൽ പൊന്മരമായാലും അത് വെട്ടിമാറ്റണമെന്നും മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. ട്വിറ്ററിൽ പ്രണയഗീതം എഴുതുന്നവർക്ക് ചോറിങ്ങും കൂറ് അങ്ങുമെന്നും വിമർശനം ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ശുചിത്വ ഭാരതയജ്ഞത്തിൽ പങ്കാളിയാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ശശി തരൂർ MPക്കെതിരെ കോൺഗ്രസ് കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയും തരൂരിനോട് വിശദീകരണം ചോദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി വീക്ഷണം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുന്നതിനേക്കാൾ മ്ലേച്ഛവും അശ്ലീലവുമാണ്
സ്വന്തം കിടപ്പറയിലിരുന്ന് ജാരന് നേരെ കടക്കണ്ണെറിയുന്നത്. പവിത്രമല്ലാത്ത ഇത്തരം അവിശുദ്ധ വിചാരങ്ങൾ സത്യസന്ധതയ്ക്കും സദാചാരത്തിനും നിരക്കാത്തതാണെന്നും ആരംഭത്തിൽ തന്നെ മുഖപ്രസംഗം വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി നൽകിയ പദവിയിലിരുന്ന ജാരന് അടുക്കളവാതിൽ തുറന്നുകൊടുക്കുന്നതിലും ഭേദം ഉമ്മറവാതിലിലൂടെ ജാരൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതാണ്. ചാനൽ പ്രതികരണങ്ങളിൽ നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിയുകയും ട്വിറ്ററുകളിലൂടെ മോദിക്ക് വേണ്ടി പ്രണയഗീതങ്ങൾ രചിക്കുകയും എഡിറ്റ് പേജുകളിൽ മോദിക്ക് വേണ്ടി മംഗളപത്രം എഴുതുകയും ചെയ്യുന്നവരുടെ ചോറിങ്ങും കൂറങ്ങുമാണെന്നും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. പൊന്മരമായാലും പുരയ്ക്കുമീതെ ചാഞ്ഞാൽ അത് വെട്ടിമാറ്റണം, അല്ലെങ്കിൽ കമ്പിയിട്ട് കെട്ടണം. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം താങ്ങാൻ കെൽപ്പില്ലാത്ത ഇത്തരം വിശുദ്ധ പശുക്കൾ എത്രനാൾ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടാകുമെന്നും മുഖപ്രസംഗം ചോദിക്കുന്നു. സൈബീരിയൻ കൊക്കുകൾക്ക് കൂടും ചില്ലയും നൽകിയ കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇവർ വഞ്ചിക്കുന്നത്. പറ്റിയ പിഴവുകൾ തിരുത്തുന്നില്ലെങ്കിൽ പുരനിറഞ്ഞു നിൽക്കുന്ന ഇത്തരക്കാരെ കെട്ടിച്ചയക്കുന്നതാകും ഉചിതമെന്ന നിർദ്ദേശത്തോടെയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ശശി തരൂരിന്റെ ശരീരം കോൺഗ്രസിനകത്തും മനസ്സ് BJPയിലുമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ശശി തരൂർ മോദിയെ പുകഴ്ത്തുന്നതെന്നും 2 വള്ളത്തിൽ കാലുവെച്ച് നടക്കുന്ന നിരവധി പ്രവർത്തകർ കോൺഗ്രസിലുണ്ടെന്നും കോടിയേരി പറഞ്ഞു. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശശി തരൂരിന്റെ ശരീരം കോൺഗ്രസിനകത്തും മനസ്സ് BJPയിലുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൽഹിയിൽ നടക്കുന്ന കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് നരേന്ദ്രമോദിയെ ഇടയ്ക്കിടെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. നരേന്ദ്രമോദിയും അദ്ദേഹത്തെ ഒരു കെണിയിൽപ്പെടുത്താനുള്ള പ്രയോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ കോൺഗ്രസ്സുകാരിങ്ങനെ 2 തോണിയിൽ കാലുവെച്ച് നടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ ശശി തരൂർ. അഴിമതിയുടെ തലപ്പത്തിരിക്കാൻ യോഗ്യനാണ് എന്ന് തെളിയിക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്ന് പിണറായി വിജയൻ. കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പരാമർശം നടത്തിയിട്ടും നല്ല കാര്യമെന്ന മട്ടിലാണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ തുടരുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. മാവേലിക്കരയിൽ P. സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. അഴിമതി സാർവത്രികമായിട്ടുള്ള ഒരു ഗവൺമെന്റിന് അതിന്റെ തലപ്പത്തിരിക്കാൻ സർവദാ യോഗ്യൻ ഞാൻ തന്നെ എന്ന് മുഖ്യമന്ത്രി തെളിയിച്ചുകൊണ്ടിരിക്കുകയും എന്തെല്ലാം കാര്യങ്ങളാണ് ഉയർന്നു വരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇങ്ങ് താഴെ സെഷൻസ് കോടതി മുതൽ അങ്ങ് മേലെ സുപ്രീം കോടതി വരെയുള്ള ഇന്ത്യയിലെ സകല നീതിന്യായ പീഠങ്ങളും ഈ മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു ഗുണമുണ്ട്. എത്ര കടുത്ത പരാമർശം വന്നാലും എന്തോ ഒരു നല്ല കാര്യം സംഭവിച്ചിരിക്കുകയാണ്, അതൊരു പൂമാലയാണ് എന്ന മട്ടിൽ എന്ന് സ്വീകരിക്കുകയാണ് പുള്ളി. സാധാരണ ആ പരാമർശത്തിന്റെ നേരിയൊരു ഭാഗം വന്നാൽ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളായാലും അധികാരം ഒഴിഞ്ഞു മാറുന്നു. പിന്നെ അതിന്റെ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ അധികാരത്തിൽ കയറിയിരിക്കൂ. ജോയ്സ് ജോർജിനെതിരെ കേസെടുക്കുകയല്ല വേണ്ടതെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജോയ്സ് ജോർജ് മാനസിക നില മാറ്റുകയാണ് ചെയ്യേണ്ടതെന്നും തിരുവഞ്ചൂർ ഇടുക്കിയിൽ പറഞ്ഞു. ഞാൻ ആ കേസ് വേണമെന്നുള്ള അഭിപ്രായമേ ഇല്ല. കാരണം ഇതുപോലൊരു പെരുമാറ്റത്തിനൊരു കേസ് എടുത്തുകൊണ്ടൊന്നും IPC CRPC വ്യവസ്ഥയ്ക്കകത്ത് ഒതുങ്ങുന്ന കാര്യമല്ലിത്. അപ്പോൾ IPCക്കകത്തെ ഒരു 2 സെക്ഷൻ ഇട്ടിട്ട് ഒരു കേസെടുത്താലൊന്നും ഇതൊരു മനോവികാരമാണ്. ആ മനോവികാരത്തിന് മാറ്റമൊന്നും ഇതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കേസ് വേണ്ട എന്ന് അതിന് ബന്ധപ്പെട്ട ആളുകളെ ഞാൻ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്, എന്നോട് സംസാരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ കേസേ വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു IPC വ്യവസ്ഥയ്ക്കകത്തുള്ള കൊണ്ട് തീരുവോ, CRPC വ്യവസ്ഥ കൊണ്ട് തീരുവോ? അപ്പോൾ അതല്ലല്ലോ, ഇതൊരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നന്നാവട്ടെ. ഇപ്പം നമ്മൾ പാട്ട് കേട്ടില്ല, മനസ്സ് നന്നാവട്ടെ എന്ന്, അതാണ് നമ്മുടെ പ്രശ്നം. പീപ്പിൾ ഇംപാക്ട് കേസൊതുക്കാൻ കോഴ ആവശ്യപ്പെട്ട കഴക്കൂട്ടം CI ഷിബുകുമാറിനെ സസ്പെൻഡ് ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ കൈക്കൂലി ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടത് പീപ്പിൾ TVയാണ്. മുരുക്കുംപുഴ സ്വദേശി മാധവൻ നായർ
പ്രഭാതം ചാനലിൽ നിക്ഷേപിച്ച ഷെയർ തുകയായ 1 കോടി രൂപ ആവശ്യപ്പെട്ട് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത കേസിലാണ് കൊല്ലം സ്വദേശിയും ചാനലിലെ 4 ഡയറക്ടർമാരിൽ ഒരാളുമായ ഷിജുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി കഴക്കൂട്ടം CI 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. ഇതിൽ 2 ലക്ഷം രൂപ നേരിട്ടും സുഹൃത്തു വഴിയും കൈപ്പറ്റിയതായി ഷിജു വിജിലൻസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. കഴക്കൂട്ടം CI ശിവകുമാർ പണം ആവശ്യപ്പെടുന്നതിന്റെ ഫോൺ സംഭാഷണം തെളിവായി ഷിജു വിജിലൻസിന് കൈമാറി. സാറേ, ഷിജു ആണ്. ചാത്തന്നൂര് കഴിഞ്ഞ് കൊട്ടി എത്താറായി സാറേ. ഈ നമ്പറിൽ വിളി 98. ഒന്ന് ഹോൾഡ് ചെയ്യണേ സാറേ. 98 47 47 84 84 02 02 55 55. പ്രസാദ് എന്നാ പേര്. അയാൾ വിളിച്ചാൽ അയാൾ വരും പറയുന്നത്. മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ വരാൻ പറഞ്ഞ മേവറത്ത് വന്നിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. മെഡിക്കൽ കോളേജ് മേവറത്ത്, മറ്റേ ട്രാവൻകൂർ മെഡിക്കൽ കോളേജാണ് സാറേ. അതിന്റെ ഫ്രണ്ടിൽ റോഡിൽ വന്നാൽ മതി. അയാൾ അവിടെ. ഈ പേര്, പുള്ളിയുടെ പേര് പ്രസാദ്. പുള്ളിയെ തന്നെ ഇത് ഏൽപ്പിച്ചാൽ മതി സാറേ. ഡോക്യുമെന്റും പൈസയും ഇതെല്ലാം മൊത്തം ഏൽപ്പിച്ചു വിട്ടാൽ മതി. സാറിനെ കാണാനായിട്ട് നാളെ കാണാൻ പറ്റുമോ സാർ? ഒന്ന് നാളെ കാണാം. അപ്പോൾ അവർക്ക് 1 കോടി രൂപയ്ക്ക് പകരമായിട്ട് പ്രോപ്പർട്ടി എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CI നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിജിലൻസിൽ CIക്കെതിരെ പരാതി കൊടുക്കേണ്ടി വന്നു. പരാതിയുടെ കൊടുക്കാനായിട്ട് CI വിളിച്ചപ്പോൾ CI തന്നെ പറഞ്ഞു, പ്രസാദ് എന്ന് പറഞ്ഞ ആളിനെ പൈസ ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞു. അത് ഞാൻ തന്നെ കൊല്ലത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പരാതിയെ തുടർന്ന് വിജിലൻസ് വിരിച്ച വലയിൽ CIയുടെ കൂട്ടാളി പ്രസാദ് വീണു. കൈക്കൂലി വാങ്ങുന്നതിനിടെ CIക്ക് വേണ്ടി പ്രസാദ് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് 1 ലക്ഷം രൂപ ഷിജുവിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് ഇയാളെ പിടികൂടി. പിന്നീട് ഇയാളെ റിമാൻഡ് ചെയ്തു. CIയുടെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ 1 ലക്ഷം രൂപ വിജിലൻസ് പിടിച്ചെടുത്തു. CIയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വകുപ്പ് തല അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തു. രാജ്കുമാർ, കൊല്ലം. കൊച്ചി ക്രിക്കറ്റ് ആവേശത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കും. അതേസമയം വിൻഡീസ് ടീം പരിശീലനം മാറ്റിവെച്ചു. നീലവിരിപ്പിട്ട ഈ പരവതാനിയിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങൾ ഇറങ്ങി വരിക. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കരീബിയൻ നാടുകളിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ശിഥിലമായ ഒരു ക്രിക്കറ്റ് സാമ്രാജ്യത്തിൽ നിന്ന് ഒത്തുകൂടി ഒരു ടീം രൂപീകരിച്ചു. അതിനെ വിൻഡീസ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ആ വിൻഡീസ് ലോകം കീഴടക്കുകയും ചെയ്തിരുന്നു. ആ വിൻഡീസ് ടീമിനെയും കീഴടക്കി കപിലിൻ്റെ ചെകുത്താന്മാർ ഒരിക്കൽ നമുക്ക് ക്രിക്കറ്റ് കിരീടം കൊണ്ടു തന്നപ്പോൾ അത് വിപ്ലവകരമായ ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കി. അതിൻ്റെ നിഴലാണ് ഇരു ടീം എങ്കിലും ആ ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടി മനസ്സ് പോവുകയാണ്. എൻ്റെ അല്ല, ഈ ചുറ്റിനിരിക്കുന്ന ആരാധകരുടെ. കൊച്ചി ഒരിക്കൽ കൂടി ക്രിക്കറ്റിനായി ആരവമുയർത്തുകയാണ്. ISL തുടങ്ങുന്നതിൻ്റെ സാഹചര്യത്തിൽ ഒരൽപ്പം കടിപിടി കൂടേണ്ടി വന്നു KCIക്കും KFAയ്ക്കും. പക്ഷേ അവയെല്ലാം ഒതുക്കി തീർത്താണ് കൊച്ചി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിന് വേദിയാകുന്നത്. ടീം സെലക്ഷനിൽ ഇപ്പോഴും തുടരുന്ന അനിശ്ചിതത്വമാണ് കൊച്ചി ഏകദിനത്തിൻ്റെ പ്രധാന പ്രശ്നം. സെലക്ഷൻ പോയിട്ട് പരിശീലനം പോലും വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന വിൻഡീസ് ടീമും ചാമ്പ്യൻസ് ലീഗിന്റെ ക്ഷീണത്തിൽ നിൽക്കുന്ന ധോണിയും സംഘവുമെല്ലാം കൊച്ചി ഏകദിനത്തിന്റെ നിറം കെടുത്തുമോ എന്നത് കാത്തിരുന്നു കാണാം. കൊച്ചിയിലെ ഈ ഏകദിനത്തിൽ വിൻഡീസിനുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇനിയും വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ആരൊക്കെ കരീബിയൻ പടയിൽ കാണുമെന്നത് പറയാനാകില്ല. നായകൻ ഡ്വെയ്ൻ ബ്രാവോയാണ് വിൻഡീസിന്റെ പ്രധാന കരുത്ത്. ഈ ഓൾറൗണ്ടറിന്റെ മികവിലാണ് വിൻഡീസിന്റെ പ്രതീക്ഷയത്രയും. ആന്റണി റസലും പൊള്ളാർഡുമെല്ലാം ഓൾറൗണ്ടർമാരെന്ന നിലയിൽ സൂക്ഷിക്കേണ്ടവർ തന്നെ. പൊള്ളാർഡിന്റെ തകർപ്പനടികൾ കാണാൻ കൊച്ചിക്കുമുണ്ട് ചില ആഗ്രഹങ്ങൾ. ഗെയിലും നരേനുമൊന്നുമില്ലാത്തത് കൊച്ചിക്ക് ഒരു സങ്കടമാകും. ഇന്ത്യൻ ടീമിൽ ധോണിയേക്കാൾ പ്രതീക്ഷ കൊച്ചിക്ക് സഞ്ജുവിലായിരുന്നു. ആ പ്രതീക്ഷ തകർന്നതോടെ ആവേശം അല്പമൊന്ന് തണുത്തുപോയി. കോഹ്ലി, ധോണി, ധവാൻ, റെയ്ന, മുരളി വിജയ്, രഹാനെ അങ്ങനെ ശക്തമായൊരു ബാറ്റിംഗ് നിരയാണ് ഇന്ത്യക്കുള്ളത്. നിലവിലെ വിൻഡീസ് ബോളിംഗ് നിരയ്ക്ക് ഇന്ത്യയുടെ ബാറ്റിംഗിനെ തൊടാൻ കൂടിയാകില്ല. ബൌളിംഗിൽ ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, മോഹിത് ശർമ്മ, ജഡേജ. ബൌളിംഗും ശക്തം തന്നെ. കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ വിൻഡീസും ലോക ചാമ്പ്യന്മാരുടെ പ്രതാപം നിലനിർത്താൻ ഇന്ത്യയും ശ്രമിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതല്ലെങ്കിൽ ഇതൊരു പ്രഹസനം എന്ന പേരിൽ നമുക്ക് വിളിക്കേണ്ടി വരും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് മറ്റൊന്നാണ്. പിച്ച് ഒരുങ്ങിക്കഴിഞ്ഞു. കൊച്ചിയുടെ കളം നാളെ ഉണരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കരീബിയൻ പടയും നമ്മുടെ നീലക്കുപ്പായക്കാരും കൊച്ചി അടക്കി വാഴുക തന്നെ ചെയ്യും. കൊച്ചിയുടെ ചരിത്രവും അതുതന്നെയാണ്. അരുൺ വീസിനും ക്യാമറാമാൻ അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം അനന്ത് KJ ചന്ദ്രൻ.